रुपए एक बोट के लिए? एक बोट के लिए 3 people होगा। हाँ 1 hour का 1 hour 1200। कितना लोग चलेगा? Only 3 people। 3 പേർക്ക് ഒരു ബോട്ടിൽ 1200 രൂപ, ഒരാൾക്ക് 400 രൂപ, 400 rupees per head, and it will go up to Bangladesh border. You are starting then Bangladesh 0 point. Yeah. Then come back going to Rock Island. Yeah. Stream water. You are get down 20 minutes and come back here. 1 hour complete. 1 hour. Earlier I had visited that also. We were permitted. You are get down. No permission there now. No, just go and rock side. Okay. Earlier 5-7 years back. Yeah. I visited that place also. Only hi bye. Just. Okay. Thank you. Masala tea क्या? Okay. അതാ ഒരു ചായ കുടിച്ചിട്ട് ബോട്ടിങ്ങിന് പോകാനുള്ള പുറപ്പാടാണ്. തയ്യാറായി നിൽക്കുകയാണ്. ഉടനെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഡൗക്കി ബോർഡറിൽ ഒരു ബോട്ടിംഗ് നടത്താൻ വേണ്ടിയാണ് ഈ പുഴയിലൂടെ 1 മണിക്കൂർ ചുറ്റും കടന്ന് ബംഗ്ലാദേശ് ബോർഡർ മുഴുവൻ കണ്ടുവരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഡൗക്കി നദിയുടെ പ്രത്യേകത തണുപ്പ് കാലത്തൊക്കെ ഈ നദിയുടെ അടിഭാഗം വരെ അടിയിലുള്ള കല്ല് കൃത്യമായിട്ട് എണ്ണാനും നമ്മൾ വായുവിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ ഈ ലക്ഷദ്വീപിലൊക്കെ കടലിൽ സഞ്ചരിക്കുന്ന അതേ അനുഭൂതിയുള്ള ഒരു പുഴയാണിത് ഡൗക്കി റിവർ. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥയുടെ വ്യത്യാസം കാരണം നമുക്ക് പൂർണ്ണമായിട്ട് അടിഭാഗം കാണാൻ സാധിക്കില്ല, എങ്കിലും മനോഹരമാണ്. ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശാണ്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ബോട്ടിംഗ് നടത്തുന്നതും അതേപോലെ തന്നെ അവിടെ ഉല്ലസിക്കുന്നതും ഒക്കെ നമുക്ക് ദൂരെ കാണാം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതാ ധാരാളം ആളുകൾ, 100 കണക്കിന് ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് ഈ പുഴ കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് രണ്ടും ഒരു രാജ്യമായിരുന്ന 1947 ആഗസ്റ്റ് 15 വരെ അതിർത്തി ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ്. പിന്നീട് ഇന്ത്യ വിഭജനത്തോടുകൂടി ബംഗ്ലാദേശിലുള്ള ഹിന്ദു ന്യൂനപക്ഷം ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നമുക്ക് ഈ അതിർത്തിയിലുള്ള മുസ്ലിം ന്യൂനപക്ഷം ബംഗ്ലാദേശിലേക്കും വലിയ രൂപത്തിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി എന്നുള്ളത് ദുഃഖകരമായൊരു അനുഭവമാണ്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പോപ്പുലേഷൻ ബംഗ്ലാദേശിലേക്കും, ഇപ്പോൾ ഷില്ലോങ് പട്ടണത്തിൽ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. അതേപോലെ ബംഗ്ലാദേശിലുണ്ടായിരുന്ന ട്രൈബൽ പോപ്പുലേഷൻ പൂർണ്ണമായിട്ട് ഇന്ത്യയിലേക്കും കുടിയേറി കഴിഞ്ഞു. അപ്പോൾ രണ്ടും രണ്ടായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കി നമുക്ക് കാണാൻ കഴിയുന്ന ബോർഡറിലെ ആളുകൾ അത് ബംഗ്ലാദേശാണ്. അവിടെയുള്ള ടൂറിസ്റ്റുകളും ജനങ്ങളെ നമുക്ക് ഇവിടെ നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കും. വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ബംഗ്ലാദേശ് ബോർഡറിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഡൗക്കി ബോർഡറിലേക്കാണ് പോകുന്നത്. ഇതാണ് ഏറ്റവും ആളുകൾ ബംഗ്ലാദേശിന്റെ പതാക, ദേശീയ പതാക നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളൊക്കെ തന്നെ അവിടെ ഉല്ലസിക്കുന്ന കാഴ്ച. അവിടെ നേരത്തെ നമുക്ക് ഇവിടെയൊക്കെ പോകാമായിരുന്നു, നമുക്ക് നടന്നു പോകാനുണ്ടായ 3 വർഷമായിട്ട് ഇതൊക്കെ തടസ്സപ്പെടുത്തി. ഞാൻ സന്ദർശനം നടത്തിയതാണ്. നമുക്ക് അവിടെയൊക്കെ യഥേഷ്ടം അതിൻ്റെ അടുത്തുകൂടെയൊക്കെ പോയിട്ട് ബംഗ്ലാദേശികളോട് സാധനം വാങ്ങാനും കടല വാങ്ങാനും അവരുടെ പ്രാദേശിക പലഹാരങ്ങളൊക്കെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് പൂർണ്ണമായി തടഞ്ഞിരിക്കുന്നു. 3 വർഷമായിട്ട് അയൽ രാജ്യമായിട്ടുള്ള നമ്മളുമായിട്ട് ഏറ്റവും സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ യുദ്ധം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാജ്യമാണ്. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ പോരാട്ടങ്ങളൊക്കെ തന്നെ ഇന്ത്യയാണ് അതിന് പിന്തുണ കൊടുത്തതും അവർക്ക് സംരക്ഷണം കൊടുത്തതും. പക്ഷെ ഇന്ന് നമ്മുടെ ബന്ധം എത്ര ഉണ്ട് എന്നില്ല പരിശോധിക്കേണ്ട. അതായത് ഇവിടെ ബംഗ്ലാദേശികളെ കാണാം, അവരവിടെ ഉല്ലസിച്ച് അവിടെ നന്നായിട്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായത്. പക്ഷെ നമ്മൾ അവരോട് സംസാരിക്കുന്നതൊക്കെ ഇത് തടസ്സപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ തടസ്സപ്പെട്ടു. നേരത്തെ നന്നായിട്ട് പരസ്പരം കാണാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ മലന്റെ മുകളിൽ ഒരു ഗ്രാമമാണ്, ഒരു ബംഗ്ലാദേശി ഗ്രാമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുന്നിന്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഒരു രാജ്യം അവിടെ വലിയൊരു ഉരുൾപൊട്ടൽ, വലിയൊരു മുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ട് പുഴയിലേക്ക് വീണിരിക്കുകയാണ്. എപ്പോഴും ഇതാണ് സ്ഥിതി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശമൊക്കെ ഉണ്ടാകുന്ന സ്ഥിരം കാഴ്ചയാണ്. റോഡും മറ്റു നിർമ്മാണങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാവും. ഇവിടെയും ഈ രൂപത്തിൽ വലിയ രൂപത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. പുഴയിൽ വലിയ രൂപത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ് കിടക്കുകയാണ്. അവിടെ ദൂരെ നമുക്ക് അവിടെ നോക്കിയാൽ കാണാം. അവിടെ നമുക്കൊരു സന്ദർശകർക്കുള്ള ഒരു വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് പുഴയുടെ ഉത്ഭവ ഭാഗത്ത് ഈ ലേക്ക് പോലെയുള്ള ഈ ഭാഗത്തേക്ക് വരുന്ന ഭാഗമാണ്. അപ്പൊ അവിടെ പോയാൽ നമുക്കൊന്ന് ഇറങ്ങും. അപ്പോ
200 Per piece? per piece 200. 200 Local wala. oh local Media wala. media wala കൈതച്ചക്ക വിൽക്കുന്ന ആളുകളാണ്. കൈതച്ചക്ക വിൽക്കുന്ന ആളുകളാണ്. ഇവിടെ നമുക്കൊന്ന് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്കൊരു 10-20 മിനിറ്റ് ഇവിടെ ഒന്ന് വിശ്രമിക്കുകയും ഇരുന്ന് ആളുകളൊക്കെ പരസ്പരം ഇത് പുതുതായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവിടെ പുതുതായിട്ടൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കി. നേരത്തെ ഇതല്ലായിരുന്നു. നേരത്തെ നേരത്തെ ഞാൻ കാണിച്ച സ്ഥലത്ത് ബംഗ്ലാദേശികൾ ഇപ്പോൾ നിൽക്കുന്നതിന് അഭിമുഖമായിട്ട് നമുക്ക് അവിടെ പോയി നിൽക്കാനും നമുക്ക് ഉല്ലസിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇന്നത് തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബംഗ്ലാദേശികളായിട്ട് കാണരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ ഇവിടെ പ്രത്യേകമായിട്ട് വേറെ തയ്യാറാക്കി. ഇതൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് നേരത്തെ ഇല്ലാത്തതാണ്. ഇപ്പോൾ അവിടെ കല്ലൊക്കെ വലിച്ചിട്ട് നമ്മൾ കൃത്രിമമായിട്ട് അതേപോലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏതായാലും ഇവിടെ ആളുകൾ ഭയങ്കര ചൂടാണ്, ശക്തമായ ചൂടുള്ളത് കൊണ്ട് ആളുകൾക്ക് വല്ലാതെ നിൽക്കാനൊന്നും കഴിയുന്നില്ല. വേഗം പോകാനുള്ള ഒരു താല്പര്യമാണ് ഇവിടെ. കാരണം ആ ഒരു സൗഹൃദ അതിർത്തി പരസ്പരം കാണാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നതിൽ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നും കാണും. വേഗം തന്നെ തിരിച്ചു പോരുകയാണ്. ഏതായാലും ഇതാ നമുക്ക് ഈ മനോഹരമായ നദിയിലൂടെ തിരിച്ചുള്ള യാത്രയാണ്. ഈ യാത്ര തീരുന്നത് എന്നൊരു ദുഃഖമാണ്. വീണ്ടും വരണം. ഇത് നമുക്ക് ഷില്ലോങ്ങിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെ നല്ലൊരു അനുഭവമായി. ഏതായാലും അത് പറയാതിരിക്കാൻ നിർവാഹമല്ല, വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും വരണം. നമുക്ക് ഇവിടെ ഈ ബോട്ട്, ചെറിയ കൊച്ചു ബോട്ടിൽ വള്ളങ്ങളിൽ നമുക്ക് സഞ്ചരിച്ച് കാണാൻ കഴിയുന്നതാണ്. എല്ലാവരും അതിന് തയ്യാറാവണം. ഈ മനോഹരമായ കാഴ്ച എല്ലാവരും കാണേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. നമുക്കിവിടെ വരുന്ന സമയത്ത് ഇത് കാണാം. അതേപോലെ തന്നെ ബോർഡറിൽ പോയിട്ട് നമുക്ക് അതിന്റെ ചെക്ക് പോസ്റ്റ് കാണാം. അതേപോലെ നമുക്ക് സമീപത്തുള്ള വില്ലേജുകളൊക്കെ ധാരാളം കാഴ്ചകളുണ്ട്. ഇത് വരേണ്ടതാണ്. 3 മണിക്കൂർ എടുക്കുമെന്ന് വിചാരിച്ചാൽ ആരും മരിക്കരുത്. നമുക്ക് ഷില്ലോങ്ങിൽ നിന്ന് 3 മണിക്കൂറാണ് ഇങ്ങോട്ട് യാത്രാ സമയം. ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.